ഫ്രണ്ട്സ്, ചെമ്പനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു നല്ലൊരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ചന്ദ്രയാണ് സച്ചിയുടെയും രേവതിയുടെയും കയ്യിൽ നിന്ന് വക്കീലിനെ കൊണ്ട് പണം വാങ്ങിച്ചതെന്നും അതിൽ നിന്ന് 2 ലക്ഷം രൂപ ചന്ദ്ര തന്നെ എടുക്കാമായിരുന്നെന്നും അതിനുശേഷമാണ് ആ കേസ് ശരത്തിനെതിരെയുള്ള കേസ് പിൻവലിച്ചതെന്നുള്ള വിവരം എല്ലാവരും അറിയണം. അങ്ങനെ നമ്മുടെ രവിയാണെങ്കിൽ ഒരുപാട് ചീത്ത പറയുന്നുണ്ട് ചന്ദ്രയെ നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നീ ആ 2 ലക്ഷം രൂപയ്ക്ക് പകരം 5 ലക്ഷം രൂപ സച്ചിക്കും രേവതിക്കും കൊടുക്കണം എന്നൊക്കെ പറയുക. അതേസമയം ഉണ്ടല്ലോ, നമ്മുടെ വർഷ ഒരു കാര്യം ചെയ്യാണ്. അച്ചമ്മയെ വിളിക്കുകയാണ് കേട്ടോ. വിളിച്ചിട്ട് അച്ചമ്മയോട് പറയുന്നുണ്ട് ഈ വിവരങ്ങളെല്ലാം, ചന്ദ്രയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക. അച്ചമ്മ അപ്പോഴേക്കും ചന്ദ്രയെ വിളിക്കുന്നുണ്ട്. അതിനുശേഷം പറയാം, എടി ചന്ദ്രേ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഇനിയിപ്പോൾ അച്ചമ്മ എത്തിക്കഴിയുമ്പം എന്തെല്ലാം പുകിലുകളാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ രവി അതൊക്കെ പറഞ്ഞതിന് ശേഷം ചന്ദ്ര ആകപ്പാടെ വിഷമത്തിലാണ് കേട്ടോ. ഞാൻ എവിടെ നിന്ന് ഇനിയിപ്പോൾ 5 ലക്ഷം രൂപ ഉണ്ടാക്കി കൊടുക്കും? ഇത് പട പേടിച്ച് പന്തളത്ത് എന്നപ്പോൾ പന്തവും കൊളുത്തി പടാന്ന് പറഞ്ഞതുപോലെ ആയല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുക. എന്നിട്ടുണ്ടല്ലോ, നമ്മുടെ ഭാമയുടെ അടുത്തേക്ക് നേരെ വിടുകയാണ്. എന്നിട്ട് പറയാം, എൻ്റെ ഭാമേ, നീ എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കണം കേട്ടോ. ആ 2 ലക്ഷം രൂപ ആരോ അടിച്ചുകൊണ്ട് പോയി. അതാരാണെന്നറിയില്ല, രേവതിയാണെന്ന് ഞാൻ പറഞ്ഞിട്ട് അവിടെ ആരും അത് വിശ്വസിക്കുന്നില്ല. ഇനിയിപ്പം ആ നഷ്ടപ്പെട്ട പണം ഞാൻ തിരികെ കൊടുക്കണം എന്നാണ് പറയുന്നത്. അതോ 2 മേടിച്ചതിന് 5 ഞാൻ കൊടുക്കണമെന്ന്. ഇതൊക്കെ ഞാൻ എവിടെ നിന്നുണ്ടാക്കി കൊടുക്കാനാ ഭാമേ? നീ എന്നെ ഒന്ന് സഹായിക്കുകയല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ഭാമ പറയാം, എടി ഞാൻ എവിടെ നിന്ന് സഹായിക്കാനാ? എൻ്റെ കയ്യിൽ അത്രയും പണമൊന്നുമില്ലെന്ന് നിനക്കറിയാലോ. എനിക്ക് മോൻ എന്തെങ്കിലുമൊക്കെ അയച്ചു തരുന്നതിന്ന് ഞാൻ മിച്ചം വയ്ക്കുന്ന പണം മാത്രമേ ഉള്ളൂ. അല്ലാതെ നിന്നെ സഹായിക്കാനൊന്നും എനിക്ക് പറ്റില്ല. അന്നേ ചന്ദ്രേ നിന്നോട് ഇവിടെ പണം വയ്ക്കേണ്ടത് ഞാൻ പറഞ്ഞതല്ലേ, ഇതിപ്പോൾ ഞാനും കൂടി കള്ളിയായില്ലേ എന്ന് ചോദിക്കുക ഭാമ. അപ്പോൾ ചന്ദ്ര പറയാം, എടി നിന്നെ എനിക്ക് വിശ്വാസമാണ്. ആ രേവതി അവൾ തന്നെയായിരിക്കും ഇത് അടിച്ചു മാറ്റിയതെന്ന് പറയാം. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, രേവതിക്ക് മുമ്പേ ഇവിടെ ശ്രുതി വന്നിരുന്നല്ലോ, എന്നിട്ട് പിന്നെ നീ എന്താ ശ്രുതിയെ കുറ്റപ്പെടുത്താത്തത്? രേവതിയെ മാത്രം എപ്പോഴും എന്തിനാ നീ കുറ്റപ്പെടുത്തുന്നത് ചന്ദ്ര എന്ന് ചോദിക്കുക. അപ്പോൾ ചന്ദ്ര പറയാം, ശ്രുതിയോ? അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല. അവൾക്ക് ഈ 2 ലക്ഷം രൂപയുടെ ആവശ്യം വല്ലതും ഉണ്ടോ? നീ എന്താ വിചാരിച്ചത്? അവളുടെ അച്ഛൻ അങ്ങ് മലേഷ്യ കിടന്ന് കോടികളാണ് ഉണ്ടാക്കുന്നത്. കോടികൾ അവളുടെ പേരിലുള്ളത്. അങ്ങനെയുള്ള കോടീശ്വരിയായ അവള് ഇവിടെ വന്ന് 2 ലക്ഷം രൂപ അത് മോഷ്ടിക്കുകയാണോ? അങ്ങനെയൊന്നും ഉണ്ടാവുകയല്ല. എൻ്റെ മറ്റ് 2 മരുമക്കളും കോടീശ്വരികളാണ്. അവർക്കൊന്നും ഇതിൻ്റെ ആവശ്യമില്ല. ഈ 2 ലക്ഷം രൂപ പോയെന്ന് പറഞ്ഞത് തന്നെ അവർക്ക് മോശമാണ്. അതേസമയം രേവതി, അവളുടെ കാര്യം നിനക്കറിയാമല്ലേ ഭാമേ എന്ന് ചോദിക്കാം. അപ്പോൾ ഉടനെ ഭാമ പറയാം, രേവതിയുടെ കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. രേവതി അങ്ങനെയൊന്നും ചെയ്യില്ല. രേവതി എത്ര വീടുകളിൽ കയറി ഇറങ്ങി പൂ കൊടുക്കുന്നവളാ. ഒരു വീട്ടിൽ നിന്ന് പോലും മോഷ്ടിച്ചെന്ന് ഇതുവരെ കേൾക്കാൻ പറ്റിയിട്ടില്ല. എന്തൊക്കെ പറഞ്ഞാലും ചന്ദ്രേ, രേവതി നല്ല സ്വഭാവമുള്ള പെൺകുട്ടിയാണ്. ഇത്രയും പണത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവരുടെ വീട്ടിലുള്ളവരും നല്ല ആളുകളാണ്. അപ്പോൾ ചന്ദ്ര പറയാം, എന്താ ഭാമ നീ പറഞ്ഞത്? അവളുടെ വീട്ടിലുള്ളവരും നല്ല ആളുകളാണെന്നോ? അവളുടെ അനിയൻ ശരത്ത് ഒപ്പിച്ചു വെച്ച പണിയൊക്കെ നിനക്കറിയാലോ. ഇതിനൊക്കെ കാരണം ആ ശരത്താണെന്നുള്ള കാര്യം നിനക്കറിയില്ലേ? അവൻ പണ്ട് ബൈക്ക് മോഷ്ടിച്ചുകൊണ്ട് പോയി ആ ആൻ്റണിയുടെ കൂടെ നടന്ന് ആ വട്ടിപ്പലിശ പിരിവും വഴക്കും അടിയും ഒക്കെ ആയിട്ട് നടന്നവനല്ലേ. അതുപോലെ നീ കണ്ടില്ലേ, എൻ്റെ ബാഗിൽ നിന്ന് 2 ലക്ഷം രൂപ എടുത്തോണ്ട് ഓടിയത് ശരത്താ. അതിൻ്റെ വീഡിയോയും നീ കണ്ടതല്ലേ. എന്നിട്ട് അവളുടെ വീട്ടുകാരെല്ലാം നല്ലതാണെന്ന് നീ പറയാണോ? അവളുടെ അമ്മ ലക്ഷ്മി ഉണ്ടല്ലോ, അവളും അത്ര പന്തിയൊന്നുമല്ല. കട്ടും മോഷ്ടിച്ചും ഒക്കെ അവർ ജീവിക്കുന്നത്. അല്ലാതെ എങ്ങനെ ഇങ്ങനെ ജീവിക്കാൻ പറ്റും ഈ പൂമാലയൊക്കെ വിറ്റിട്ട്? അപ്പോൾ ഭാമ പറയാം, ചന്ദ്രേ, ഒരുമാതിരി ചൊറിയുന്ന വർത്തമാനം പറയല്ലേ നീ. രേവതിയെക്കുറിച്ച് അങ്ങനെയൊന്നും പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. രേവതി ഈ വീട്ടിലും പൂ തരാൻ വരാറുണ്ട് മിക്കപ്പോഴും. എൻ്റെ മുറിക്കകത്തൊക്കെ അവൾ കയറാറുണ്ട്. ഇതുവരെ അവിടെ നിന്നൊരു പണം പോലും അവൾ മോഷ്ടിച്ചിട്ടില്ല. പിന്നെ ഇപ്പം ഈ പണം അവളാ മോഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയാം. അപ്പോൾ ഭാമ പറയുന്നുണ്ട്, നീ വിശ്വസിക്കേണ്ട, എന്നാൽ നീ പറ, ആരാ പണം മോഷ്ടിച്ചത്? നിനക്കറിയാവോ ആരാന്ന്? എനിക്കറിയില്ല. എന്നാൽ പിന്നെ ചന്ദ്രൻ നീ കൊണ്ട് കേസ് കൊടുക്കാൻ പറയുക ഭാമ. പിന്നെ കേസ് കൊടുത്തു. ഇതിപ്പോൾ അറിഞ്ഞപ്പോൾ തന്നെ എന്നെ രവിയേട്ടൻ അവിടെ നിന്ന് ഇറക്കി വിട്ടില്ലെന്നേ ഉള്ളൂ. എന്തെല്ലാം പറഞ്ഞു. ഞാൻ ചെയ്തത് വലിയൊരു തെറ്റായി പോയെന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. ഞാൻ തന്നെ ആ പണം ഉണ്ടാക്കി രേവതിക്കും സച്ചിക്കും കൊടുക്കണമെന്ന്. എന്തോ വലിയ തെറ്റ് ചെയ്തതുപോലെ. കേസ് പിൻവലിക്കാൻ 2 ലക്ഷം മേടിക്കുന്നത് അത്ര വലിയ കാര്യമാണോ എന്നൊക്കെ പറയാം. അപ്പം മാമ പറയാ, അതൊക്കെ ഇത്തിരി വലിയ കാര്യം തന്നെയാ ചന്ദ്രേ. നിന്റെ മരുമോളല്ലേ അവള് രേവതി.
നിന്റെ മകൻ സച്ചിയും രേവതിയും കൂടി ഉണ്ടാക്കിയ പണമല്ലേ 5 ലക്ഷം. അത് നിനക്ക് വേണ്ടിയിട്ടല്ലേ അവർ മുടക്കേണ്ടി വന്നത്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ ആ കേസ് പിൻവലിച്ചിരുന്നെങ്കിൽ. അപ്പോൾ ചന്ദ്ര പറയാം, പിന്നെ അവനെൻ്റെ പണം മോഷ്ടിച്ചിട്ട് ആ കേസ് ഞാൻ പിൻവലിക്കാനാണോ? അവനെ അവൻ്റെ വീട്ടുകാരെയും ജയിലിൽ അടപ്പിക്കണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ഉദ്ദേശം. അപ്പം മാമ ചോദിക്കുക, എന്നിട്ട് നിനക്ക് എന്ത് പറ്റി? അവരെ ജയിലിൽ അടപ്പിക്കണം എന്നാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ പിന്നെ നിനക്കത് ചെയ്താൽ പോരായിരുന്നോ? നീ പിന്നെ എന്തിനാ ചന്ദ്ര കേസ് പിൻവലിക്കാൻ പോയത്? അപ്പം പണം കണ്ടപ്പോൾ നിൻ്റെ കണ്ണു മഞ്ചളിച്ചല്ലേ? ആ നന്നായി, ആ പണം പോയത് നന്നായി. നീയും ഇങ്ങനെ തന്നെ പറഞ്ഞൂടി, ഒരാപത്ത് സമയത്ത് സഹായിക്കാൻ ഒരുത്തരെയും കാണുകയില്ല എന്ന് പറഞ്ഞ് ചന്ദ്ര അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. അതേസമയം അച്ചമ്മ വിളിക്കുകയാണ്. അച്ചമ്മ വിളിക്കുമ്പോഴേക്കും ഫോൺ എടുക്കുന്നത് നമ്മുടെ വർഷയാണ് കേട്ടോ. വർഷ ഫോൺ എടുക്കുമ്പം അച്ചമ്മ ചോദിക്കുന്നുണ്ട്, മോളെ വർഷേ, എന്തുണ്ട് വിശേഷം അവിടെ? രേവതി മോൾ എവിടെയെന്ന് ചോദിക്കുക. അപ്പോൾ പറയാം, രേവതി ചേച്ചിയെ ഇവിടെ ഫോൺ വെച്ചിട്ട് അങ്ങോട്ട് പോയി. രേവതി ചേച്ചി കുളിക്കാൻ പോയിരിക്കുക, അതുകൊണ്ടാണ് ഞാൻ ഫോൺ എടുത്തത്. എന്താ അച്ചമ്മേ? രേവതി ചേച്ചി വരുമ്പോൾ വിളിക്കാൻ പറയട്ടെ എന്ന് പറയുമ്പോൾ അച്ചമ്മ പറയാം, അല്ല മോളെ, നീ സംസാരിക്കുക. ഞാൻ രേവതിയുടെ ഫോണിലേക്ക് എപ്പോഴും വിളിക്കാറുള്ളത് അവിടുത്തെ വിവരങ്ങളൊക്കെ അറിയാൻ. ചന്ദ്രയുടെ ഫോണിലേക്ക് വിളിച്ചാൽ പിന്നെ എനിക്ക് നല്ല ദേഷ്യം വരും, പിന്നെ അങ്ങോട്ട് ചൊറിഞ്ഞു കയറും, ഞങ്ങൾ തമ്മിൽ വഴക്കാവും. അതുകൊണ്ട് ഞാൻ വിളിക്കാറില്ല അവളെ. രേവതി ആവുമ്പം അവളോട് സംസാരിച്ച എല്ലാ വിവരങ്ങളും അറിയുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഉടനെ വർഷ പറയും, ആ അതെ അതെ, എല്ലാ വിവരങ്ങളും അറിയാം എന്ന് പറയാണ്. അല്ല മോളെ, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? എന്താ ചന്ദ്ര പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ? ഉണ്ടാക്കി കാണുമല്ലോ. രേവതിയെ കുറ്റം പറയാൻ കിട്ടുന്ന ഒരവസരവും അവൾ കളയല്ലോ. അല്ല, ആ വീഡിയോയൊക്കെ അന്ന് ഞാൻ കണ്ടിരുന്നു, ശരത്ത് പണം എടുത്തുകൊണ്ട് പോയെന്നൊക്കെ പറഞ്ഞിട്ട്. ആ പണം അവൾക്ക് തിരിച്ചു കിട്ടിയതല്ലേ മോളെ? പിന്നെ എന്തിനാ ഇവൾ ഈ ചന്ദ്രഹാസം മുഴുവൻ മുഴക്കി ആകെ മൊത്തം പ്രശ്നം ഉണ്ടാക്കിയെന്നൊക്കെ രവി എന്നോട് പറഞ്ഞിരുന്നു എന്ന് പറയുക. അപ്പോൾ ഉടനെ വർഷ പറയുക, അച്ഛമ്മേ, ഇവിടെ നടന്ന നാടകങ്ങളൊക്കെ അതൊക്കെ ഒരു വലിയ ചരിത്രമാണെന്ന് പറയുക. എന്താ മോളെ എന്ന് ചോദിക്കുക. അപ്പോൾ വർഷ പറയാം, അത് ഞാൻ പറയാവേ. രേവതി ചേച്ചിയുടെ അനിയൻ ശരത്തിനെ ജയിലിലടപ്പിക്കാൻ വേണ്ടിയിട്ട് ആൻറ്റി നടത്തിയ ശ്രമങ്ങളൊക്കെ അച്ചമ്മയ്ക്ക് അറിയാമല്ലോ. അതൊക്കെ അറിയാം. കേസ് കൊടുത്തു എന്നൊക്കെ ഞാനും അറിഞ്ഞതാ മോളെ. അവൾ പിന്നെ എന്താ കേസ് പിൻവലിച്ചെന്ന് രവി പറഞ്ഞല്ലോ. ആ കേസ് പിൻവലിച്ചു, അതൊരു വലിയ കഥ തന്നെയാണ്. അതിൻ്റെ പേരിൽ ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടായിട്ടിരിക്കുക. അതുപോലെ തന്നെ ആൻറ്റിക്ക് ഒരു വലിയ മുട്ടം പണിയും കിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും ചോദിക്കുകയാണ് അച്ചമ്മ, എന്താ മോളെ തെളിച്ചു പറ. അതെ, വക്കീല് സച്ചിയേട്ടനോടും രേവതി ചേച്ചിയോടും 5 ലക്ഷം രൂപയാണ് കേസ് പിൻവലിപ്പിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയത്. ആ 5 ലക്ഷം രൂപ ഒരുപാട് കഷ്ടപ്പെട്ട് അവർ കൂട്ടിവെച്ച പണമാണേ. ആ പണം വക്കീലിന് കൊടുത്തപ്പം അതിൽ നിന്ന് 2 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടാണ് ആൻറ്റി കേസ് പിൻവലിച്ചത്. അതിവിടെ ആരോടും പറഞ്ഞില്ല. ആ പണം കൊണ്ടുപോയി ഭാമാൻറ്റിയുടെ വീട്ടിൽ വെച്ചു. ഭാമാൻറ്റിയുടെ വീട്ടിൽ ആ പണം സൂക്ഷിച്ചു വെച്ചത് അത് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. അതാരോ മോഷ്ടിച്ചെടുത്തു. അത് രേവതി ചേച്ചിയാണെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് പുകിലുണ്ടാക്കിയതാ. പക്ഷേ രേവതി ചേച്ചി അല്ലാന്ന് തെളിയുകയും ചെയ്തു. മാത്രമല്ല, ആ പണം മേടിച്ചത് ശരത്തിന് കേസ് പിൻവലിക്കാനാണെന്ന് ഇവിടെ എല്ലാവരും അറിഞ്ഞു. അച്ഛനാണെങ്കിൽ ആൻറ്റിയെ നല്ല ചീത്ത പറഞ്ഞു. ഈ വീട്ടിൽ ഇനി നീ കാണരുതെന്ന് പോലും പറഞ്ഞു. രേവതിയോടും സച്ചിയോടും ഇത്രയും മോശമായിട്ട് പെരുമാറുകയും 5 ലക്ഷം രൂപ അവർക്ക് നഷ്ടം ഉണ്ടാക്കുകയും ചെയ്ത ആൻറ്റി തന്നെ 5 ലക്ഷം രൂപ ഉണ്ടാക്കി അവർക്ക് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ആൻറ്റി ആകെപ്പാടെ വിഷമത്തി ഇറങ്ങി ഭാമാൻറ്റിയുടെ വീട്ടിലേക്ക് പോയിരിക്കുക. ഇനിയിപ്പം ഭാമാൻറ്റിയോട് വല്ലതും കടം വാങ്ങിച്ചു കൊണ്ട് കൊടുക്കുമോയെന്നറിയില്ല. ഇവിടെ എന്തൊരു ബഹളമായിരുന്നു. സച്ചിയേട്ടനും അമ്മയോട് നല്ലത് പറഞ്ഞു. അല്ലെങ്കിലും ആൻറ്റി കാണിച്ചത് മോശമല്ലേ അച്ചമ്മേ? അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ അച്ചമ്മയ്ക്ക് നല്ല ദേഷ്യമാവുക. അച്ചമ്മ പറയാം, മോളെ അങ്ങനെയൊക്കെ ചെയ്തോ ചന്ദ്ര? അവള് അതിന് പണം വാങ്ങിയോ? ഇവളിത്രയ്ക്ക് നാണം കെട്ടവളായി പോയല്ലോ. പണം 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 എന്ന് പറഞ്ഞ് ഇവളിങ്ങനെ ജീവിച്ചാൽ എങ്ങനെയാ? സ്വന്തം മക്കളോട് വരെ പണം വാങ്ങുക, കൂലി വാങ്ങുക. ഇവള് കൊള്ളാവല്ലോ. നിന്നോടും അതുപോലെ തന്നെ ശ്രുതിയോടും അങ്ങനെയൊന്നും അല്ലല്ലോ അവൾ പെരുമാറുന്നത്. രേവതിയോട് മാത്രമാണല്ലോ ഇവക്ക് ഇങ്ങനെയുള്ള പെരുമാറ്റം. അപ്പോൾ വർഷയും പറയേ, ശരിയാ അച്ചമ്മേ, എന്നോടും അതുപോലെ തന്നെ ശ്രുതി ചേച്ചിയോടും അങ്ങനെയൊന്നും പെരുമാറുകയല്ല. കാരണം ഞങ്ങളൊക്കെ പണമുള്ള വീട്ടിലെ പെൺകുട്ടികളാണെന്നും രേവതി ചേച്ചിയുടെ വീട്ടിലൊന്നും ഇല്ലാത്തത് കൊണ്ട് രേവതി ചേച്ചിയോട് എന്ത് വേണേലും പറയാമെന്നും ആൻറ്റി വിചാരിക്കുന്നത്. ഞാൻ പക്ഷേ അതിനെ ചോദ്യം ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് ഞാൻ പറയാറുണ്ട്. രേവതി ചേച്ചി ഈ വീട്ടിലെ പണിയെല്ലാം ചെയ്യുന്നത്. എന്നാലും രേവതി ചേച്ചിയെ കുറ്റം പറയാത്ത ഒറ്റ ദിവസം പോലും ആൻറ്റിക്കില്ല. എന്നാലും ഇതും വളരെ മോശമായി പോയില്ലേ അച്ചമ്മേ എന്ന് ചോദിക്കുക. അപ്പോൾ അച്ചമ്മ പറയാം, അതെ, ഇത് മോശമായിപ്പോയി. ഇത് ചന്ദ്രയോട് ചോദിക്കേണ്ട കാര്യം തന്നെയാണല്ലോ. അവൾ വരട്ടെ, അവളുടെ ഫോണിലേക്ക് ഞാൻ വിളിക്കുന്നുണ്ട്. അവളോട് ചോദിച്ചിട്ടേ ഉള്ളൂ. വേണ്ടി വന്നാൽ ഞാൻ അവിടം വരെ വരും.
ഇങ്ങനെയൊന്നും അഹങ്കാരമായിട്ട് കാര്യമില്ല. അവൾ ഒരുപാട് അഹങ്കാരം കാണിക്കുമ്പം അവളെ ഒന്ന് ഒതുക്കണമെങ്കിൽ ഞാൻ അങ്ങോട്ട് വരണം എന്ന് പറയാം. എന്നിട്ട് രേവതി വരുമ്പോഴേ മോൾ അച്ചമ്മ വിളിച്ചെന്ന് പറഞ്ഞാൽ മതിയേ എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ്. അതിനുശേഷം നമ്മുടെ അച്ഛമ്മ ആലോചിക്കുക, ഇവള് കൊള്ളാലോ, ഇവള് സ്വന്തം മക്കളുടെ കയ്യിൽ നിന്ന് വരെ പണം വാങ്ങിക്കുകയാണ് ഓരോ കാര്യത്തിനും. ഇവൾക്ക് പണത്തിനോടുള്ള ആർത്തിക്ക് ഒരു മാറ്റവും ഇല്ല. പണത്തിൻ്റെ പേരിൽ മരുമക്കളെ വരെ വേർതിരിച്ച് കാണുന്ന അവളോട് 2 വർത്തമാനം പറഞ്ഞില്ല എനിക്ക് ഇന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ ഫോൺ എടുത്ത് ചന്ദ്രയുടെ നമ്പറിലേക്ക് വിളിക്കുക. ചന്ദ്ര അപ്പം ഭാമയുടെ വീട്ടിലാണ് കേട്ടോ. ചന്ദ്ര ഭാമയുടെ വീട്ടിൽ നിൽക്കുമ്പോഴേക്കും ഫോൺ ബെല്ലടിക്കുന്ന കണ്ട് നോക്കുമ്പം അച്ഛമ്മയുടെ നമ്പർ കാണുമ്പോഴേക്കും ചന്ദ്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ചന്ദ്ര പറയണേ, എന്താ ഇത്, ഇവർ വിളിക്കുന്നുണ്ട്, ഇനി എന്താവാ, ഇതൊക്കെ അറിഞ്ഞിട്ടാണോ വിളിക്കുന്നത് അതോ അറിയാതെയാണോ? ഇനി അവരുടെ വായിലിരിക്കുന്നത് മുഴുവനും കൂടി ഞാൻ കേൾക്കണം. ഇപ്പം തൽക്കാലം ഞാൻ ഫോൺ എടുക്കുന്നില്ല എന്നിങ്ങനെ വിചാരിക്കാം. അപ്പോൾ വീണ്ടും വിളിക്കുകയാണ്. അപ്പോൾ ഭാമ പറയാ, എടി നിൻ്റെ അമ്മായിയമ്മയല്ലേ വിളിക്കുന്നത്, ആ ഫോണൊന്ന് എടുത്ത് സംസാരിക്കടി. അപ്പോൾ ചന്ദ്ര പറയാം, പിന്നെ എന്തിന്, അവരുടെ വായിരിക്കുന്ന മുഴുവൻ ഞാൻ കേൾക്കാനോ? എനിക്കതിൻ്റെ ഒന്നും കാര്യമില്ല. ഇതൊക്കെ ഇപ്പം അറിഞ്ഞിട്ടുണ്ടാവും, ആ രേവതി വിളിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ടാവും ഞാൻ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ. അതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി എന്നെ വിളിക്കുന്നത്. ഇനി അവരുടെ ചീത്തയും കൂടെ കേൾക്കേണ്ടതേ ഉള്ളൂ. രവിയേട്ടൻ്റെ വായിന്ന് ഒരുപാട് കേട്ടു എന്ന് പറയാണ്. അപ്പോൾ ഭാമ പറയുന്നുണ്ട്, എടി അങ്ങനെയല്ല, ഫോൺ എടുക്കടി, ഫോൺ എടുത്തില്ലെങ്കിൽ അവർ നേരെ വീട്ടിലേക്ക് വരും, അതുകൊണ്ട് നീ ഫോൺ എടുക്ക് എന്ന് പറയാണ്. അങ്ങനെ പിന്നെയും അച്ചമ്മ വിളിക്കുക, നല്ല കലിപ്പില്ല കേട്ടോ. വിളിക്കുമ്പോഴേക്കും ചന്ദ്ര ഫോൺ എടുക്കുക. ഹലോ, എന്താമ്മേ വിളിച്ചത് എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ അച്ചമ്മ പറയാം, എന്താ വിളിച്ചതെന്ന് നിനക്കറിയില്ലേ? ഞാൻ അങ്ങനെ ഇങ്ങനെ നിൻ്റെ ഫോണിലേക്ക് വിളിക്കാറുണ്ടോ ചന്ദ്രേ? പിന്നെ ഇപ്പം വിളിച്ചതിന് എന്തെങ്കിലും കാരണം കാണുമല്ലോ. ഇപ്പം 2-3 പ്രാവശ്യം ഞാൻ വിളിച്ചിട്ടും നീ ഫോൺ എടുത്തില്ലല്ലോ, അതെന്താ ചന്ദ്രേ? അപ്പോൾ ഉടനെ ചന്ദ്ര പറയാം, ഞാൻ കുറച്ച് തിരക്കായിരുന്നു, ഞാൻ ഭാമയുടെ വീട്ടിലായിരുന്നു, കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് എടുക്കാഞ്ഞത് എന്ന് പറയാം. ഓഹോ, നിന്റെ ഡാൻസ് പഠിത്തത്തിൻ്റെ കഥയൊക്കെ ഞാൻ കേട്ടു. എടി നിനക്ക് നാണമില്ലേടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ? സച്ചിയെ നീ പ്രസവിച്ചതല്ലേടി? സച്ചിയും രേവതിയും ആ പാവങ്ങൾ റൂം പണിയാൻ വേണ്ടിയിട്ട് പണം സ്വരൂപിച്ച് വെച്ചത് നിനക്കറിയാവല്ലോ. ആ പണം മുഴുവൻ ഒറ്റയടിക്ക് വിഴുങ്ങാൻ നിനക്ക് നാണമില്ലായിരുന്നോടി? അപ്പോൾ ഉടനെ ചന്ദ്ര പറയാം, എന്ത് പണം? ഞാൻ അവരോട് പണമൊന്നും ചോദിച്ചില്ലല്ലോ, ഞാൻ അവരോട് പണവും മേടിച്ചില്ല. വക്കീൽ എന്നെ വിളിച്ച് ചോദിച്ചപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു. അല്ല, അമ്മ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നത്? ആ രേവതിയുടെ ആങ്ങള ശരത്ത് ചെയ്തത് ശരിയാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അവൻ എൻ്റെ ബാഗിൽ നിന്ന് പണം എടുത്തോണ്ട് പോയില്ലേ? അത് എല്ലാവരും കണ്ടതല്ലേ, വീഡിയോ കണ്ടു കാണുമല്ലോ. പിന്നെ ഇനിയിപ്പം ഞാൻ ആ പണം വാങ്ങിച്ചാണോ തെറ്റ്? അച്ഛമ്മ പറയാം, എടി ആ വീഡിയോ ഞാനും കണ്ടതാ. അവൻ പണം എടുത്തോണ്ട് പോയെങ്കിൽ ആ പണം നിനക്ക് തിരികെ കിട്ടിയില്ലേ? തിരികെ തന്ന് എന്നോ കിട്ടിയ പണം ആരോ വൈരാഗ്യത്തിൻ്റെ പേരിൽ ആ വീഡിയോ വീണ്ടും വൈറലാക്കി സച്ചിയെയും ശരത്തിനെയും തമ്മിൽ തെറ്റിക്കാൻ നോക്കിയതാ. അതിൽ നീയും കൂടെ വീണു. അല്ല, നീ അത് മുതലാക്കാൻ ശ്രമിച്ചു. അങ്ങനെ രേവതിയോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് അവളുടെ വീട്ടുകാരെ മോശം പറയുകയും അവരെ ജയിലിലടപ്പിക്കാൻ നോക്കുകയൊക്കെ നീ ചെയ്തു. ആ ചെറുക്കനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു. അങ്ങനെയൊക്കെ ആയത് നീയല്ലേടി? രേവതി കാല് പിടിച്ച് നിന്നോട് പറഞ്ഞതല്ലേ അമ്മേ ആ കേസ് പിൻവലിക്ക്, മാപ്പ് പറയാം, എന്ത് വേണേലും ചെയ്യാം, പണവും തിരികെ കിട്ടിയതല്ലേ, ഇനി ഇതൊരു പ്രശ്നമാക്കല്ലേ എന്ന്. അപ്പോൾ നീ എന്താ പറഞ്ഞത്? അതൊന്നും നടക്കില്ല, എന്തായാലും അവനെ അകത്തിടും, ഒരിക്കലും അവന് ജാമ്യം കിട്ടരുത്, ഞാൻ ആ കേസ് പിൻവലിക്കുകയില്ല, അവനെ മാത്രമല്ല അവൻ്റെ അമ്മയും വേണമെങ്കിൽ നിന്നെയും കൂടി പിടിച്ച് ജയിലിലിടും എന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് പിന്നെ എന്തിനാണ് നീ കേസ് പിൻവലിച്ചത്? അപ്പം ചന്ദ്ര പറയാം, അത് വക്കീൽ വന്ന് ഒരു ഒത്തുതീർപ്പ് പറഞ്ഞപ്പം ഇനിയിപ്പം കുടുംബ പ്രശ്നമല്ലേ, അത് കൂടുതലൊന്നും പോകണ്ടെന്നോർത്ത് ഞാൻ കേസ് പിൻവലിച്ചാ എന്ന് പറയാം. ഓഹോ, എന്തൊരു സഹായ മനസ്കതയാടി നിനക്ക്. അന്ന് അവൾ കാല് വീണ് പറഞ്ഞിട്ടും പിൻവലിക്കാത്ത കേസ് 2 ലക്ഷം രൂപ കിട്ടിയപ്പോൾ നീ അങ്ങ് പിൻവലിച്ചു. നിനക്ക് ഇത്ര ആർത്തിയാണോടി? നിനക്ക് അറിയില്ലായിരുന്നോ ആ പാവം രേവതിയും സച്ചിയും കൂടി ഉണ്ടാക്കിയ പണമാന്ന്? അതിൽ നിന്ന് പിടിച്ചു വാങ്ങി മേടിക്കാൻ നിനക്കൊന്നും നാണമില്ലാഞ്ഞിട്ടല്ലേടി? അല്ലെങ്കിൽ ഇങ്ങനെ നീ ചെയ്യുവോ? ഇല്ലല്ലോ, നീ ഒരു പെറ്റ തള്ളയല്ലേടി എന്നൊക്കെ ചോദിക്കുക. ഓ, ഇതിൻ്റെ പേരിൽ എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചതായിരിക്കും അല്ലേ? അതെ, ഞാൻ മേടിച്ചു, അതിനിപ്പോൾ എന്താ? അവർ തെറ്റ് ചെയ്തിട്ടല്ലേ? എനിക്ക് 2 ലക്ഷം രൂപ കിട്ടിയാൽ എന്താ കഴിക്കൂ? അതുകൊണ്ട് വക്കീൽ പറയുമ്പോൾ ഞാനത് പേടിച്ചിട്ട് കേസ് അങ്ങ് പിൻവലിച്ചു. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ സംഭവം തീർന്നില്ലേ? ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ എന്നെ എന്തിനാ ചോദ്യം ചെയ്തത്? എടി 2 ലക്ഷം നീ വാങ്ങിച്ചിട്ട് എന്തിയേ? ആ 2 ലക്ഷം രൂപ ആരെടുത്തടി എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ പറയാം, അത് ആരെടുക്കാനാ? അവൾ തന്നെ, ആ അമ്മയുടെ പുന്നാര കൊച്ചുമോള് രേവതി, അല്ലാതെ ആരും ആ പണം ഭാമയുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോവില്ല. അപ്പോൾ ഉടനെ തന്നെ അച്ഛമ്മ പറയാം, എടി നിർത്തടി, എപ്പോഴും രേവതിയെ കുറ്റം പറയുന്ന നിന്റെ സ്വഭാവം നിർത്തിക്കോണം. രേവതി പണം എടുത്തെന്നോ? രേവതിക്ക് അങ്ങനെ ഒരു സ്വഭാവമേ ഇല്ല.
അവൾ അങ്ങനെ ചെയ്യേയില്ല. നിന്റെ വീട്ടിൽ നിന്ന് എന്തെല്ലാം അവൾ മോഷ്ടിച്ചിട്ടുണ്ടീ എന്ന് ചോദിക്കുമ്പോൾ ആ മോഷ്ടിച്ചിട്ടൊക്കെ ഉണ്ട് എന്ന് പറയാണ്. എന്താടി അവൾ മോഷ്ടിച്ചത്? അവളുടെ വീട്ടുകാർ മോഷ്ടിച്ചിട്ടില്ലേ? അവളുടെ ഞങ്ങൾ മോഷ്ടിച്ചിട്ടില്ലേ? നിർത്തടി. അങ്ങനെയാണെങ്കിൽ നിന്റെ മകൻ സുധി അവനൊരു പേരും കള്ളനല്ലേടി. അവൻ വീട്ടിൽ നിന്ന് രേവതിയുടെ സ്വർണം എടുത്തോണ്ട് പോയി അതിന് പകരം മുക്കുപണ്ടം വാങ്ങി വെച്ചവനല്ലേ? അവൻ പേരും കള്ളനല്ലേ? അതുപോലെ രവി അവൻ പെൻഷനായപ്പോൾ കിട്ടിയ ലക്ഷക്കണക്കിന് രൂപ അവൻ എടുത്തോണ്ട് പോയി അവൻ്റെ കാമുകിക്ക് കൊടുത്തതല്ലേ കല്യാണത്തിൻ്റെ തലേദിവസം? അവൻ അവൻ കള്ളനല്ലേടി? അതുപോലെ തന്നെ നിന്റെ മരുമോളുണ്ടല്ലോ ശ്രുതി, അവൾ കള്ളിയല്ലേടി? അവൾ എന്തെല്ലാം കള്ളത്തരം പറഞ്ഞിട്ടുണ്ട്. അവളും കൂടെ കൂടിയല്ലേ ശ്രുതിയെ കൊണ്ട് ഇങ്ങനെ ഓരോ കള്ളത്തരങ്ങൾ ചെയ്യുന്നത്. നീലിമ എന്ന് പറയുന്ന അവള് പണം തിരികെ കൊടുത്തിട്ടും ആ പണം കൊണ്ട് കട നടത്തിയിട്ടും എന്നിട്ട് പറഞ്ഞതെന്താ അവളുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് അയച്ചതെന്നാന്ന്. അവളുടെ അച്ഛൻ തന്ന പണം കൊണ്ടാണ് കട തുടങ്ങിയതെന്ന്. അവൾ കള്ളിയല്ലേടി? അവരെയൊന്നും എന്താ നീ കുറ്റപ്പെടുത്താത്തത്? ഓ, അപ്പോൾ അവരൊരുപാട് പണമുള്ളവരായിരിക്കുമല്ലോ അല്ലേ? നിന്റെ മരുമക്കള് ശ്രുതിയും അതുപോലെ തന്നെ വർഷയും കോടീശ്വര പുത്രിമാരാണല്ലോ. പിന്നെ ഒന്നുമില്ലാത്ത രേവതിയുടെ തലയിൽ എങ്ങനെയെങ്കിലും കയറാമെന്ന് നീ വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ചന്ദ്ര പറയാ, ആ അങ്ങനെ തന്നെ. പിന്നെ അല്ലാതെ ശ്രുതിക്കും വർഷയ്ക്കുമൊക്കെ പണം എടുക്കേണ്ട കാര്യമൊന്നുമില്ല. രേവതി തന്നെ ആ സമയത്ത് അവിടെ വന്നത്. അവള് തന്നെ എടുത്തത്. എടി, രേവതിക്ക് മുമ്പ് വർഷയാ വീട്ടിൽ വന്നില്ലേടി? എന്നിട്ട് പിന്നെ എന്താ നീ അത് പറയാത്തത്? അപ്പോൾ ഉടനെ ചന്ദ്രൻ പറയാം, വർഷ വന്നെന്നൊക്കെ അമ്മ എങ്ങനെ അറിഞ്ഞു? ഓ, രേവതി അവളെല്ലാം വിളിച്ച് അമ്മയോട് പറഞ്ഞു. അപ്പോൾ വീട്ടിലുള്ള കാര്യങ്ങളും കുശുമ്പും ന്യൂസും മുഴുവൻ എല്ലാം എത്തിക്കുന്നുണ്ട് അപ്പാപ്പം. അവൾ കൊള്ളാം. പിന്നെ ഞാൻ പറയുന്നതിലാണോ കുറ്റം? അപ്പോൾ ഉടനെ അച്ഛമ്മ പറയാം, പൊടി നിർത്തുന്നീ. രേവതി എന്നെ വിളിച്ചിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. അപ്പോൾ ഉടനെ ചന്ദ്രൻ പറയാം, പിന്നെ എങ്ങനെയാണോ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞത്? രവിയേട്ടൻ വിളിച്ചു പറഞ്ഞോ? രവിയല്ല എന്നോട് പറഞ്ഞത്, എന്നോട് വർഷ തന്നെയാണ് പറഞ്ഞത്. നിന്റെ കോടീശ്വര പുത്രി മരുമോള് എന്നോട് പറഞ്ഞു ഈ വിവരങ്ങളെല്ലാം. രേവതിയെ നീ ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്തുന്നത് ആ കുട്ടിക്കും ഇഷ്ടമില്ല. ആ, അവളും പഠിച്ചോളും. അവൾക്കിപ്പോൾ രേവതി ചേച്ചി എന്നൊരു ചിന്തയേ ഉള്ളൂ. രേവതിയുടെ തനി സ്വഭാവം അറിയുമ്പോഴേ വർഷയും അങ്ങ് പഠിച്ചോളും. രേവതി വർഷയുടെ ഇനി എന്തെങ്കിലുമൊക്കെ മോഷ്ടിക്കട്ടെ, അപ്പോൾ അറിയാം എന്ന് പറയാം. എടി നിർത്തടി, ഇനി നീ അഹങ്കാരം കാണിക്കരുത്. രേവതിയെ നീ ഇങ്ങനെ മോശമായിട്ടൊക്കെ പറയുന്നതിന് പകരമേ ഞാൻ അങ്ങോട്ടൊന്ന് വരുന്നുണ്ട്. കുറച്ച് ദിവസങ്ങളായി ഞാൻ അങ്ങോട്ട് വന്നിട്ട്. അവിടെ എല്ലാം ഒന്ന് നിയന്ത്രണ വിധേയമാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് വരണം എന്ന് പറയാം. അപ്പോൾ ചന്ദ്ര പറയുക, ഓ, ഇനി എന്നെ തൂക്കിക്കൊല്ലാൻ വേണ്ടി ആയിരിക്കും അല്ലേ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാം. അത് കഴിയുമ്പോൾ നമ്മുടെ ചന്ദ്രയ്ക്ക് ആകപ്പാടെ പേടിയാണേ. ഇനിയിപ്പോൾ അച്ഛമ്മ വന്നു കഴിഞ്ഞാൽ ആകെ മൊത്തം പുകിലാകുമല്ലോ എന്ന് ആലോചിച്ചിട്ട് ഉടനെ തന്നെ പറയുകയാണ് നമ്മുടെ ഭാമയോട്, എൻ്റെ ഭാമേ, ഇനി അവരിങ്ങോട്ട് വരുന്നുണ്ട്. അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറയാം. അങ്ങനെ ചന്ദ്ര പേടിച്ച് കുറച്ച് വീട്ടിലേക്ക് ചെല്ലുക. അപ്പോഴാണ് നമ്മുടെ അച്ഛമ്മ വന്ന് ഇറങ്ങുന്നു പിറ്റേ ദിവസം തന്നെ. ദൈവമേ, ഇവർ വന്നോ? അപ്പോൾ രേവതി ഓടിച്ചെല്ലുക. അച്ഛമ്മേ എന്നും പറഞ്ഞ്, ആ മോളെ, നിനക്ക് സുഖമാണോ? നീ ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ടേ. ഇവൾ നിന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിൻ്റെ കൂടെ ഞാനുണ്ട് എന്ന് പറയാം. അപ്പോൾ വർഷയും ചെല്ലുന്നുണ്ട്. വർഷയും കെട്ടിപ്പിടിച്ച് കൊണ്ടുവരികയാണ്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി അവിടെ നിൽക്കുക കേട്ടോ. ശ്രുതിക്ക് ആകെപ്പാടെ അങ്കലാപ്പാവുക. കാരണം ആ 2 ലക്ഷം രൂപ താനാണല്ലോ എടുത്തത്. ഇനിയിപ്പം ഇവരെല്ലാവരും കൂടി ഈ കള്ളനെ കണ്ടുപിടിക്കാൻ പോയി കഴിഞ്ഞാൽ തൻ്റെ കാര്യം പോവുമല്ലോ എന്ന് ഓർത്തിട്ട് അപ്പോൾ നമ്മുടെ സച്ചി എവിടെയുണ്ടേ. സച്ചി അച്ഛമ്മയെന്ന് പറയുമ്പോൾ സച്ചിയോട് പറയാം, എടാ സച്ചി, നിൻ്റെ ഭാര്യ വെറുതെ ഇവളെ കുറ്റപ്പെടുത്തുന്നത് കേട്ടില്ലേ? അവളാണ് മോഷ്ടിച്ചതെന്ന്. എന്തായാലും ഞാൻ വന്നത് എന്തിനാണെന്നറിയാവോ? ഈ മോഷ്ടാവിനെ ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. നീ ഒരാണല്ലേടാ, നീ വിചാരിച്ചാൽ നടക്കില്ലടാ. ആരൊക്കെ ഭാമയുടെ വീട്ടിൽ വന്നെന്നും ആരായിരിക്കും അത് മോഷ്ടിച്ചതെന്നും ഒക്കെ ഒന്ന് അന്വേഷിച്ചുകൂടെ എന്ന് ചോദിക്കുക. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ അന്വേഷിക്കുന്നുണ്ട്. CCTV വിഷ്വൽസൊക്കെ എനിക്ക് കിട്ടും. അത് കിട്ടിക്കഴിയുമ്പോൾ അറിയാൻ പറ്റും ആരായിരിക്കും അത് ചെയ്തതെന്ന്. അപ്പോൾ ഉടനെ ചന്ദ്ര പറയുക, ഓ ഓ ഓ രേവതിയെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ വന്നിരിക്കുകയല്ലേ എന്ന് പറയാം. അപ്പോൾ അച്ഛമ്മ പറയാം, നിർത്തടി അഹങ്കാരി, ഞാൻ വന്നിരിക്കുന്നതേ എൻ്റെ രേവതി ആവശ്യമില്ലാതെ ആരും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം. നിൻ്റെ 2 ലക്ഷം രൂപ ഭാമയുടെ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് രേവതിയല്ല മോഷ്ടിച്ചിരിക്കുന്നത്. പിന്നെ ആരാ മോഷ്ടിച്ചതെന്ന് കണ്ടെത്തണം. അത് ഞങ്ങൾ കണ്ടെത്തുകയും ചെയ്യും. കണ്ടെത്തിയിട്ടേ ഞങ്ങൾ പോവുള്ളൂ എന്ന് പറയാം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അവിടെ വിറച്ച് നിൽക്കുക നമ്മുടെ ശ്രുതിയെ. ഈ സച്ചി എങ്ങാനും പോയി ഇനി CCTV വിഷ്വൽസൊക്കെ എടുത്താലോ? സച്ചിക്കാണെങ്കിൽ ഒരു സ്വഭാവമുണ്ട്, എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് കണ്ടെത്തിയിട്ടേ സച്ചി പിന്മാറുള്ളൂ. ഇനിയിപ്പോൾ പോയി ഇതെല്ലാം കണ്ടുപിടിച്ചാൽ തൻ്റെ കാര്യം പോക്കാണല്ലോ എന്ന് ഓർത്ത് വെട്ടി വേർക്കാണ്. അപ്പോൾ അച്ഛമ്മ ചോദിക്കുക, മോളെ ശ്രുതി, എന്താടി നീ നിന്ന് വെട്ടി വേർക്കുന്നേ? നിനക്ക് എന്തെങ്കിലും ടെൻഷനുണ്ടോ? ഏയ് ഇല്ല അച്ഛമ്മേ, എല്ലാം കൂടെ കേട്ടിട്ട് ആകെപ്പാടെ ഒരു ടെൻഷൻ, അതുകൊണ്ടാണ്. ഏയ് ഒന്നുമില്ല.
എന്നൊക്കെ പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് ഉരുണ്ട് കളിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്